ഹായ് ഫ്രണ്ട്സ്, മാംല ലീഗൽ ഹേ 2024 മാർച്ച് 1 നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ ഒരു ഹിന്ദി വെബ് സീരീസ് ആണ് മാംല ലീഗൽ ഹേ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കാര്യം കുറച്ച് നിയമപ്രശ്നമാണ്. ഇത് 8 എപ്പിസോഡുകളുടെ ഒരു സീരീസാണ്. ഓരോ എപ്പിസോഡും ഒരു 27 മിനിറ്റ് 30 മിനിറ്റ് അത്ര മാത്രമേ ദൈർഘ്യമുള്ളൂ. ഈ സീരീസിന്റെ ഒരു മൂഡിനെ കുറിച്ച് സംസാരിക്കുന്നതാണെങ്കിൽ ജോളി LLB ഫിലിം ഫ്രാഞ്ചൈസ് ഉണ്ടല്ലോ, അക്ഷയ് കുമാർ, അർഷദ് വർസി ഒക്കെ ഉള്ളത്, അതുപോലെയുള്ള വലിയ താരങ്ങളെ മാറ്റി കുറച്ച് ചെറിയ സ്റ്റാറുകളെ ഇട്ട് അത്യാവശ്യം കുറച്ച് സില്ലി മാറ്റേഴ്സ്, സില്ലി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളധികം കാണാത്ത കൗതുകകരമായ ചില കാര്യങ്ങൾ കോർട്ടിലെത്തുന്നു. അതിനെ നർമ്മം ചേർത്തുകൊണ്ട് പറയുന്ന ഒരു സീരീസാണ് മാംല ലീഗൽ ഹേ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജോളി LLB ഫിലിം ഫ്രാഞ്ചൈസിന്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ള OTT വേർഷൻ സീരീസ് രൂപത്തിലെടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതാണ് മാംല ലീഗൽ ഹേ. ഈ സീരീസിനെ നമുക്ക് ഒരു കോർട്ട് റൂം ഡ്രാമയെന്നോ ലീഗൽ ഡ്രാമയെന്നോ ഒന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് ഈ സീരീസ്? ഡൽഹിയിലെ പത്പർഗഞ്ച് എന്നുള്ള ഒരു സ്ഥലം, അവിടുത്തെ ഒരു കോർട്ട്, ആ കോർട്ടിലെ കുറച്ച് വക്കീലുമാർ, ജഡ്ജിമാർ, അവരുടെ പ്രൊഫഷണൽ ലൈഫ് കുറച്ച് ലൈറ്റായിട്ട് കാണിക്കുന്നു. ഇതാണ് ഈ സീരീസ്. ഈ സീരീസിന് ഒരു ബേസിക് പ്ലോട്ട് ഉണ്ട്, കൂടാതെ കുറേ സബ് പ്ലോട്ടുകളും ഉണ്ട്. ബേസിക് പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, ഇതിലെ ലീഡ് ആക്ടർ രവി കിഷൻ, അദ്ദേഹം അവതരിപ്പിക്കുന്ന അഡ്വക്കേറ്റ് VD ത്യാഗി എന്നുള്ള ഒരു വക്കീൽ കഥാപാത്രമാണ്. അദ്ദേഹം ഈ പത്പർഗഞ്ച് കോർട്ടിലെ ബാർ കൗൺസിൽ പ്രസിഡന്റാണ്. ഡൽഹി ഓവറോൾ ആയിട്ട് ആ ഒരു ഡൽഹി എന്നുള്ള സ്ഥലം എടുക്കുമ്പം അവിടുത്തെ ബാർ കൗൺസിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ ഇത് ഇയാൾക്ക് മത്സരിച്ച് ജയിക്കണം. എതിരാളിയായിട്ട് ഓരോരു ശക്തനായ വക്കീലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇയാൾ പ്രയോഗിക്കുന്ന കുറച്ച് ട്രിക്കുകളാണ് ഇതിൻ്റെ മെയിൻ പ്ലോട്ട്. ഇനി സബ് പ്ലോട്ടുകൾ റിയൽ ലൈഫിൽ നടന്ന ചെറിയ ചെറിയ സംഭവങ്ങളാണ്. ഉദാഹരണത്തിന്, ഈ ഒരു കോടതിയിൽ കുരങ്ങന്മാരുണ്ട്. കുരങ്ങ് ശല്യം ഭയങ്കര ആയതുകൊണ്ട് കുരങ്ങന്മാരെ തുരുത്തി ഓടിക്കണം. അതിനെന്താണ് വഴി? അതൊരു സബ് പ്ലോട്ട്. പിന്നെ ഒരു തത്ത ഒരു സ്ത്രീനെ ഇങ്ങനെ തെറി പറയലാണ്. അതൊരു കേസായി കോടതിയിൽ വരുന്നു. പിന്നെ വക്കീലുമാറും പോലീസുമാറും തമ്മിലുള്ള ഫൈറ്റ് എന്ന് വെച്ചാൽ വെർബൽ ഫൈറ്റാണ്. പിന്നെ ചില വക്കീലുമാർ ടാക്സിയിലും ഓട്ടോറിക്ഷയിലൊക്കെ ഇരുന്നുകൊണ്ട് നോട്ടറി ഈ സർട്ടിഫിക്കേഷൻ കൊടുക്കും. അപ്പോൾ അതിനെതിരെയുള്ള ചില വിധികൾ, പിന്നെ ശൈശവ വിവാഹത്തിനെ കുറിച്ചുള്ള, അതൊക്കെ ലൈറ്റായിട്ടാണ് പറയുന്നത്. ഇതൊന്നും ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ടല്ല ഇതിൽ കാണിക്കുന്നത്. ഒരു ആക്ഷേപഹാസ്യ മോഡിലാണ് ഈ സീരീസിന്റെ ടോണ് തന്നെ. പിന്നെ ഈ കുട്ടികളെയൊക്കെ പരിപാലിക്കുന്ന ക്രഷ് ഉണ്ടല്ലോ, അത് കോടതിയിൽ അതിൻ്റെ ആവശ്യകത, ഇങ്ങനെ കുറേ സബ് പ്ലോട്ടുകളിലൂടെ കഥ മുമ്പോട്ട് പോക്കാണ്. ഈ മെയിൻ പ്ലോട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ സബ് പ്ലോട്ടുകൾ മുമ്പോട്ട് പോക്കാണ്. അതിൻ്റെ കൂടെ ഇതിലെ പല കഥാപാത്രങ്ങളുടെയും പ്രൊഫഷണൽ ലൈഫും കാണിക്കുന്നുണ്ട്. ഒന്നാമത് എടുത്ത് പറയേണ്ടത് രവി കിഷൻ അവതരിപ്പിക്കുന്ന അഡ്വക്കേറ്റ് VD ത്യാഗി. ആദ്യം രവി കിഷൻ എന്നുള്ള നടനെ കുറിച്ച് സംസാരിക്കാം. അദ്ദേഹം എന്നെ സംബന്ധിച്ച് ബോളിവുഡിൽ അത്യാവശ്യം അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയൊരു നടനാണ്. അദ്ദേഹം ഒറിജിനലായിട്ടൊരു ബോളിവുഡ് നടനല്ല, ഭോജ്പുരി നടനാണ്. ഇദ്ദേഹത്തിൻ്റെ റേഞ്ച് എനിക്ക് പേഴ്സണലായി തോന്നിയത്, നമ്മുടെ ഹിന്ദി സിനിമയുടെ പാരലൽ വേൾഡ് അല്ല, പാരലൽ സിനിമ എന്ന് പറയുന്ന ആ ഒരു വഴിയുണ്ടല്ലോ. പങ്കജ് ത്രിപാഠി, നവാസുദ്ദീൻ സിദ്ദിഖി, മനോജ് വാജ്പേയി, KK മേനോൻ, ആ ലെവലിൽ വെക്കാൻ പറ്റിയൊരു നടനാണ് രവി കിഷൻ. പക്ഷേ അതിന് മാത്രം റെക്കഗ്നിഷൻ അയാൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫി എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വില്ലൻ റോളുകൾ അതിഗംഭീരമായി ചെയ്യും, ക്യാരക്ടർ റോൾ ചെയ്യും, കോമഡി റോളും ചെയ്യും. അങ്ങനെ എന്തിനു പോകുന്നൊരു ഓൾ ഇൻ ഓൾ പാക്കേജാണ് രവി കിഷൻ. ഈ സീരീസിൽ ലീഡ് കഥാപാത്രമായി എത്തുമ്പോൾ കൂടി അയാൾക്ക് എല്ലാ വിധത്തിലുള്ള ഇമോഷൻസ് കാണിക്കാനുള്ള അവസരവും സീരീസിൽ കാണിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട്, ഏറ്റവും കൂടുതൽ കോമഡിയാണ് രവി കിഷൻ്റെ സ്ട്രോങ് പോയിന്റ് ഈ സീരീസിൽ, അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുമുണ്ട്. രണ്ടാമത് പറയാനുള്ളത് നിധി ബിഷ്ത് എന്ന് പേരുള്ളൊരു നടി. ഞാൻ ഇവരുടെ മുമ്പ് ഒരു സിനിമയോ സീരീസോ ഒന്നും കണ്ടില്ല. ഇവർ അവതരിപ്പിക്കുന്ന കഥാപാത്രം സുജാത നഗി, ഒരു സീനിയറായിട്ടുള്ള വക്കീലാണ്. പ്രാക്ടീസ് കൊണ്ടല്ല, വയസ്സുകൊണ്ട് അത്യാവശ്യം സീനിയറാണ്. പക്ഷെ ഒരു കേസും അവർ ഇതുവരെ ഹാൻഡിൽ ചെയ്തില്ല. പക്ഷെ അവർക്കൊരു ചേംബർ വേണം കോടതിയിൽ. അതിനു വേണ്ടി അവരെ നീക്കുന്ന കരുക്കൾ, അതാണ് അവരുടെ സപ്ലോട്ട്. ഈ നടിയെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ കൽപ്പനയാണ്. മലയാളത്തിൽ അത്രയും ടാലന്റ് തോന്നിക്കുന്ന തരത്തിൽ ഒരു നിമിഷം പോലും വെറുപ്പിക്കാണ്ട് കോമഡി കൈകാര്യം ചെയ്യുന്നൊരു നടി. ഗംഭീര പ്രകടനമാണ് ഈ നിധി ബിഷ്ത് എന്നുള്ള നടി കാഴ്ചവെച്ചിരിക്കുന്നത്. അടുത്ത എടുത്തു പറയേണ്ടത് നൈല ഗ്രേവാൾ എന്നുള്ള ഒരു യുവ നടി. ഇവരുടെയും ഒരു സീരീസോ സിനിമയോ ഒന്നും ഞാൻ മുമ്പ് കണ്ടിട്ടില്ല.
ഈ ഒരു കഥാപാത്രത്തിൻ്റെ പേര് അനന്യ ഷ്രോഫ്. അവർ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദമൊക്കെ എടുത്തിട്ട് ഈ കോർട്ടിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ വരുന്നതാണ്. എന്നെ സംബന്ധിച്ച് നമ്മളോട് ഏറ്റവും കണക്റ്റ് ആകാൻ ചാൻസ് ഉള്ള ഒരു കഥാപാത്രം ഈ നടി അവതരിപ്പിച്ച കഥാപാത്രമായിരിക്കും. കാരണം നമുക്കധികം പരിചയമില്ലാത്തൊരു സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങലാണ്. അവിടെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ റൂളൊക്കെ പാലിച്ച് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മളെ പിടിച്ചു വലിക്കുന്ന കുറേ ഘടകങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇതൊന്നും സീരിയസ് ടോണിലല്ല പറയുന്നത്. ഈ നടി പല കാര്യങ്ങളും, ഈ കോർട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും കൗതുകത്തോടെയാണ് കാണുന്നത്. നമുക്കും അതേസമയം ഈ നടിയുടെ സ്ഥാനത്ത് നമ്മളാണെന്നാണ് നമുക്ക് ഇവരുടെ കഥാപാത്രം കാണുമ്പോൾ തോന്നുക. പിന്നെ ഈ കോർട്ടിൻ്റെ മാനേജർ, അതായത് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ആനന്ദ് വി ജോഷി. അദ്ദേഹത്തെ ഞാൻ 1-2 സീരീസുകളിൽ മുമ്പ് കണ്ടിട്ടുണ്ട്. അത്യാവശ്യം കോമിക് ടൈമിംഗ് ഒക്കെ ഉള്ള ഒരു നടനാണ്. അദ്ദേഹം നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബാക്കി കുറേ സപ്പോർട്ടിങ് കാസ്റ്റുകളുണ്ട്. കാസ്റ്റിൻ്റെ ഒന്നും പെർഫോമൻസ് ഒന്നും പറയാനില്ല, എല്ലാവരും ഗംഭീര പ്രകടനം. പിന്നെ എന്നെ ഏറ്റവും സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസും സിനിമയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അധികവും ഡാർക്കായുള്ള സബ്ജക്റ്റ് ആയിരിക്കും. ഒരു ലൈറ്റ് ഹാർട്ടഡ്, ഒരു ഫീൽ ഗുഡ് ടൈപ്പ് സാധനങ്ങളൊന്നും നെറ്റ്ഫ്ലിക്സ് അധികം എടുക്കാറില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു മാംല ലീഗൽ ഹേ പോലുള്ള ഒരു ലൈറ്റായുള്ള കോർട്ട് റൂം ഡ്രാമ, അല്ലെങ്കിൽ കോർട്ട് റൂം ഡ്രാമ എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പറയാൻ പറ്റില്ല, കോർട്ട് റൂം സറ്ററിക്കൽ കോമഡി എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയൊന്നും എടുത്തത് അത്ഭുതമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് ഏകദേശം 8 എപ്പിസോഡ്, അരമണിക്കൂർ വീതമുള്ള 8 എപ്പിസോഡുകൾ ഒരു ബോറടിയും കൂടാതെ തീർച്ചയായിട്ട് കാണാൻ പറ്റിയ തരത്തിലുള്ളൊരു സീരീസാണ് മാംല ലീഗൽ ഹേ. ഞാൻ ഇതിന് കൊടുക്കുന്ന റേറ്റിംഗ് 4 ഔട്ട് ഓഫ് 5.